ഹലോ ഗൈസ്, ഞങ്ങൾ വന്നിട്ടുണ്ട് ARBSന്റെ വീഡിയോ വെച്ച്. പിന്നെ ഞങ്ങൾ ഇതിനോട് ടൂർണമെൻറ്റ് ചെയ്യാൻ പോവാം. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ അൺഡിഫൈൻഡ് ഹ്യൂമൻസിൻ്റെ ഗൈസ് ഓക്കെ, നമുക്ക് ഇത് നോക്ക്. ഇതാണൊരു പണ്ടുണ്ടാക്കിയ യൂണിറ്റാ. ഇത് നോക്ക്, ഇതിൻ്റെ പേരാണ് ഡെവിൾ കിങ്. പിന്നെ ഇവിടെ ഒരു യൂണിറ്റും കൂടി ഉണ്ട്, ഡെവിൾ സർവൻറ്റ്. പിന്നെ ഇവിടെ ഒരു യൂണിറ്റും കൂടി ഉണ്ട്, ഹീ സെഡ് കാബൂം. ഇതാണ് എന്തെങ്കിലും ആലോചിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്തെങ്കിലും ആലോചിച്ചിട്ടാണ് അതിനെ ഉണ്ടാക്കിയത്. എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ജെറ്റസ് വേണ്ടേ. ഇവരെ ഇനി പൊട്ടിക്കുന്ന ഏതൊക്കെ യൂണിറ്റ് ആയിരിക്കും ഇന്ന് നോക്കാം. നമ്മളും അതുപോലത്തെ ഇവിടെ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 1 2 3 4 യൂണിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് 4 നോക്കാം. ആദ്യമേ നമുക്ക് ഇൻഫെർനൽസിൽ പോകും ഗൈസ്, ബാക്കിയെല്ലാം നോക്കാം. അതുകൊണ്ട് ആദ്യം നമുക്ക് സ്കെലിട്ടൻ്റെ 4 ആർമി വെക്കാം. ഗൈസ്, സ്കെയിൽ വലുതാക്കുവാൻ ഇവരെയും വലുതാക്കാം, ഇവരും വലുതല്ലയോ. ഓക്കെ, നമുക്ക് ചെയ്യാം. ആദ്യമേ വന്ന് സ്കെലിട്ടൻ. ഓക്കെ, സ്കെലിട്ടൻ വന്ന്. ഓക്കെ ഗൈസ്, സ്കെലിട്ടനും ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ് അയ്യപ്പന്ന് വന്ന്. ഓക്കെ ഗൈസ്, അയ്യപ്പ ഇനി നമുക്ക് നോക്കാം എത്ര ഇത് പൊട്ടിക്കുന്നു. നമ്മളെ ജയിക്കത്തുള്ളൊന്നുമല്ല. ഓക്കെ, നമുക്കിത് ഫസ്റ്റ് ചെയ്യാം. ഓക്കെ, 3 2 1 സ്റ്റാർട്ട്. ടീം ടൂൾ വെച്ചില്ല ഗൈസ്, സോറി. ടീം ടൂൾ വെച്ചില്ല. കൊള്ളാം, ഇത് തന്നെ പ്രശ്നം ചെയ്തു. ഇത്രയും നല്ല പ്രശ്നം. ടീം ടൂൾ വെച്ച് ഗൈസ്. 3 2 1 സ്റ്റാർട്ട്. ഗൈസ് ഇത് നോക്ക്. ഡെവിൾ കിങ് വന്ന് എല്ലാത്തിനും പൊട്ടിക്കാൻ തുടങ്ങി. ഡെവിൾ കിങ് വന്ന് എല്ലാത്തിനും എടുത്ത് അടിക്കും. ഡെവിൾ കിങ്ങിനെ നിർത്തുന്ന എന്തിനാ? സ്കെലിറ്റൻസിന്റെ മിലിറ്റനായി പോയല്ലോ. നമുക്ക് നോക്കാം, കാര്യം ചെയ്യാം ഗൈസ്. നമുക്കിനകത്ത് കുറച്ച് ട്വിസ്റ്റൊക്കെ എടുക്കാം. നമുക്ക് സ്കെലിറ്റൺ വെക്കും, പക്ഷെ ഫുൾ ഇൻഫെർനൽസ് വെക്കും. ആദ്യം സ്കെലിറ്റൺ, പിന്നെ സൈബർ ഗോൾ, പിന്നെ ഹെഡ്ലെസ് ഹൾക്ക്. ഈ 3 ആളുകൾ നമ്മുടെ ഇതിനകത്തുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ആണെന്ന് ഇവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മുമ്പ് വിട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു. മുമ്പേ പോകത്തില്ല ഗൈസ്. ഈ സർവൻ്റ് ആരെങ്കിലും ഇവനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവൻ ഡിപ്പെൻഡ് ചെയ്യും, അത്രയുള്ളൂ. അതാണ് ഇവന് സർവൻ്റ് ആക്കിയത് അവിടെ. ഗായ്സ്, ഇവനെല്ലാത്തിനും കൂടി ഹെഡ്ലെസ് തലയും കൂടി ഉണ്ടായിരുന്നു എല്ലാ ഇതിനും. ഓക്കെ, ഇൻഫെർനൽസ് ഡൗൺ ആയി ഇതിൻ്റെ മുമ്പിൽ. ഇനി അടുത്ത നമുക്ക് മോഡേൺ ഹ്യൂമൻസ് ഉണ്ട്. ഈ മൊത്തം മോഡേൺ ഹ്യൂമൻസ് വെക്കേണ്ടി വരും. ഇവർക്ക് പ്രശ്നമാകുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്ന് ഇവർ തോറ്റു പോകുന്നു. കമാൻഡോ ഉണ്ട്. പിന്നെ ഗൈസ്, റോക്കി ചീറ്റിങ് ചെയ്യാറുണ്ട്. അവനെ മുമ്പ് വെക്കാം. ഓക്കെ, എന്താണ് ഗൈസിന് അറിയാം? അല്ല ഗൈസ്, ഒരു കാര്യം ചെയ്യാം, റോക്കിനെ പോരെ വെക്കാൻ പറ്റുമോ? ഇവന് ലോഡിങ്ങിൻ്റെ ടൈം എടുക്കാറുണ്ട്. റോക്കി ചീറ്റിങ് ചെയ്യാറുണ്ട്. എല്ലാവരും വീരാൻ തുടങ്ങി ഗൈസ്. അല്ല, റോക്കിക്ക് അവൻ്റെ സാധനമേ എടുക്കാൻ പറ്റുന്നില്ല. ഡെവിൾ കിങ് എങ്ങനെ ഗൈസ് പറ്റു? ഉയ്യോ, മോഡേൺ ഹ്യൂമൻസ് മൊത്തം ഡെവിൾ കിങ്സിനെ ഡെവിൾസിനെ പൊട്ടിച്ചു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതെല്ലാത്തിനും എടുക്കാം. ഓക്കെ ഇതും കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ഇതും കഴിഞ്ഞു. മോഡേൺ ഹ്യൂമൻസിന് 1 പോയിന്റ് കിട്ടിപ്പോയി. അടുത്ത മോഡേൺ മാമൽസ്. ഗൈസ്, നമ്മുടെ മോഡേൺ മാമൽസ് വന്നിട്ടുണ്ട്. ഹിപ്പോണ്ട് ഏതൊക്കെ വാരിയൻസ് അതിനോടില്ല. ഓക്കെ, ജിറാഫും വെച്ച്, പിന്നെ 3 ജിറാഫ്. ഓക്കെ, അല്ലെങ്കിൽ എലിഫൻറ്റും എടുത്ത് വെക്കാം. പിന്നെ റോക്കറ്റ് എലിഫൻറ്റും, പിന്നെ നൊമ്പറയോ സീനും 0.5 അവിടെ. ഓക്കെ, തുടങ്ങാൻ പോവാ. സ്റ്റാർട്ടായി.
എനിക്ക് ഗൈസ് സ്റ്റക്കാക്കട്ടെ. ഓ ഞാൻ മറന്നുപോയി, എൻ്റെ ഇതിൻ്റെ എബിലിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാക്കി കളിക്കും. ഉയ്യോ കായത്തിനകത്തും കയറ്റി കളി ഡബിൾ കിങ് ജിറാഫിൻ്റെ. ഉയ്യോ ഈ ബോട്ടിലാണ് കയറ്റിയിരിക്കുന്നത്. ഉയ്യോ കായ്കളുടെ ഒറ്റ ഇത്ര ഡേഞ്ചറായിട്ട് ഇരിക്കേണ്ടത്. അയ്യോ ആ കൊള്ളാം. ചത്തത് ഇവിടെ ബോഡി കിടക്കണ്ടേ, ഇതാരാ ഉണ്ട് ഡെഡ് ബോഡിയാ കിടക്കണേ. ഇതെല്ലാം സ്പൈക്സ് നമ്മരെ യൂണിറ്റില്ല, പക്ഷെ അതേ യൂണിറ്റാ. ഓ ഇതാ കിടക്കണ് ഡെവിൾ സെർവൻറ്റ്. ഇവിടെ എന്തോ ഇതാണ് തുടങ്ങി തിരിച്ചു ഇതേ ഡെവിൾ സെർവൻറ്റ്. ഓ കിടക്കുന്നു ഇന്നൊന്നും പറ്റിയില്ല. ഓ ഓ ജെറ്റ് ടഫ്റ്റിൽ എല്ലാത്തിനും പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. അയ്യോ അവിടെ പറയും ഇവർ ഇത്രയും വലിയ ഗ്രൗണ്ടാ, എന്തുവാ അവിടെ പോയി ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇത്ര വലിയ ഗ്രൗണ്ടായിട്ട് ഇത്രയും അവിടെ പോയി ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഒയ്യാ കൊള്ളാം, താര വീരാണ് എല്ലാം. ഈ റോക്കറ്റ് ഒറ്റ സെക്കൻഡ് ഗൈസ്. നമ്പർ എന്തുവാ പറയുന്നത്, എൻ്റെ പേരെന്തുവാ? ഹാ എന്തുവാ ജട്ടോസ് ദാ കിടക്കുന്നു നമ്പറ്. ആ മറ്റവനും ഇവൻ്റെ പേര് തിരിച്ചു വേണം ഗൈസ്. എനിക്ക് എന്താ യൂണിറ്റ്സിൻ്റെ പേര് വേറെ അറിയത്തില്ല. അപ്പോൾ ഇവൻ്റെ ഡെവിൾ സെർവൻറ്റ്. ഓ ഇവിടെ ആണ് എങ്ങനെ ചത്ത്, അവനും ചത്തുപോയി. ഇവൻ്റെ പേര് വി ജട്ട് അസോ. ഓക്കെ താര വീരാണ്, ഇതെല്ലാം താര വീരാണ്. കൊണ്ടെടുത്തൊക്കെ താരോട്ടെടുത്തിട്ട് ഈ മോഡേൺ മാമൽസിൻ്റെ ഒത്തിരി വലിയ ഫൈറ്റായിപ്പോയി. ഇവനെ പേര് നോക്കട്ടെ, ഇവനാണ് ചത്തത്. മോറെന്തിനാ ഇവനാണ് ചത്തത്. ഇവൻ്റെ പേരെന്തുവാനാണ്? ഇവിടെ പേരാ ഹീ സെഡ് കബൂമു. അവളെ ചത്തുപോയി, കുഴപ്പമില്ല. ഹെർബിവർ ഡൈനോസോർസിനകത്ത് നമുക്ക് 3 അല്ലേ ഇനി നോക്കാം ഇവരെന്തോ ചെയ്യും. ഓക്കെ നമുക്ക് ഓക്കെ ഓ ഇത് സീനാവന്. ഓക്കെ ഇവന്മാരെ എടുത്ത് ഇടിച്ചിടിച്ച് തരും. പക്ഷെ നമ്മൾ മോഡേൺ ഹ്യൂമൻസിനെ അങ്ങനെ ആലോചിച്ചില്ലാണ്ട് ഇവരെ പൊട്ടിക്കുമെന്ന്. അതുകൊണ്ട് ഇത് കസ്റ്റം യൂണിറ്റ്സാണ്. പിന്നെ ഇവരുടെ ഒരു ടൂർണമെൻറ്റ് വേണമെങ്കിൽ ഗായ്സ് പറഞ്ഞതിനെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഗായ്സ് ഇതും കമൻറ്റ് ചെയ്യണേ, ആരായിരിക്കും ഇതിനകത്ത് എല്ലാത്തിനകത്ത് ജയിക്കാൻ പോകുന്നത്. എല്ലാത്തിനകത്ത് ഇവരുടെ ടീമായ ആരെ ഏറ്റവും കൂടുതൽ പ്രശ്നം ചെയ്ത ആ റോക്കിയും പിന്നെ എന്തോ സ്ലോബോം, പിന്നെ മറ്റേ എന്തുവാ പറയുന്നത് സൈക്കിളും, പിന്നെ മറ്റേ എന്തുവാ പറയുന്നത് റോസ്മാനിക്കവും, പിന്നെ കമാൻഡോവും അവരാ പ്രശ്നം ചെയ്തത്. ആകെ എല്ലാവരും തിരിച്ചു പോയി. കൊണ്ടുവരെ ഫൈറ്റ് ചെയ്യുന്നില്ലല്ലോ ഇവിടെ, എല്ലാം തന്നെ പോവാം. ഓക്കെ ഗായ്സ് നമുക്ക് ഇന്നത്തേന് വേണ്ടി ഇത്രയും മതി. അതുകൊണ്ട് ഗായ്സ് ബൈ ബൈ, സീ യു ടുമോറോ ആൻഡ് കമൻറ്റ് ചെയ്യണേ.